കഴിഞ്ഞ ദിവസം ഞാൻ രസത്തിൻ്റെ വീഡിയോ കടയിൽ ഉണ്ടാക്കിയത് ഇട്ടല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞാൽ നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ചേച്ചി, ഒരുപാട് ഇനിയും വെറൈറ്റി രസമൊക്കെ ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയേക്കണ രസം ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഒരു 3 തക്കാളിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തേക്കണ. കഴുകി വൃത്തിയാക്കിയിട്ട് വെട്ടിക്കണ്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിക്കാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിൽ അല്ലെങ്കിൽ മംഗലത്തിൽ വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട്. ഇനി കുറച്ച് പുളി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെച്ചെടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളിയും പുളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് വെച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് മല്ലിയും അതേപോലെ ഉണക്കമുളകും നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തേക്കണം. ആ പൊടിച്ചെടുത്തേക്കിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ചധികം തന്നെ നല്ല ജീരകവും അതേപോലെ സാമ്പാർ പൊടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇച്ചിരി കോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി പൊടിച്ചിട്ട് പിന്നെ വെളുത്തുള്ളിയും ഉള്ളി ഇട്ടിട്ട് ഇതേപോലെ ചതച്ചെടുത്ത് ഇനി നമ്മൾ ആ പുളിയും തക്കാളിയില്ലേ അത് ചൂടാറിയ ശേഷം കൈ കൊണ്ട് ഞവടി ഇതേപോലെ അരച്ചെടുത്ത് അതിലേക്ക് ഒരു ചെറിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച് ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇച്ചിരി കോളം ഉലുവ ഇട്ടിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കണം ആ ഒരു മിക്സും വറ്റൽമുളകും കറിവേപ്പില ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ആ രസത്തിൻ്റെ വെള്ളമില്ലേ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി ഇച്ചിരി കായപ്പൊടിയും അതേപോലെ മല്ലിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഉപ്പിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഉപ്പിൻ്റെ വീഡിയോ എൻ്റെ സ്കിപ്പായി പോയി. പിന്നെ രസമൊക്കെ തിളപ്പിക്കാൻ പാടില്ലെന്നൊക്കെ പറയണില്ലേ. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഞാൻ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് ശർക്കര ഇടാൻ പാടുള്ളൂ, പഞ്ചസാര ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.